അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യയാകെ പ്രതിസന്ധിയിലേക്ക് കടത്തിവിടുകയാണ്. വ്യോമാതിർത്തികളിലേക്ക് അതിക്രമിച്ചു കയറിയ ശത്രുക്കളുടെ മിസൈലുകളെ സൈന്യം നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കുവൈറ്റ് സായുധ സേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേൾക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ ശത്രുക്കളുടെ മിസൈലുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി വെടിവെച്ചിടുന്നതിന്റെ ഭാഗമാണെന്ന് സൈന്യം അറിയിച്ചു. അടിയന്തര സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്നും ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സൈനിക വക്താവ് ആവശ്യപ്പെടുകയും ചെയ്തു. കുവൈറ്റ് നാവികസേനയുടെ ഒരു കപ്പലിനെ ലക്ഷ്യമിട്ട ഇറാൻ ആക്രമണത്തിൽ സായുധ സേനയിലെ 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിന്റെ അതിർത്തി പോസ്റ്റുകൾക്ക് നേരെയും സമുദ്രത്തിലെ എണ്ണ ഖനന പ്ലാറ്റ്ഫോമിന് നേരെയും ശക്തമായ ഡ്രോൺ ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ബഹ്റിനിലും മുന്നറിയിപ്പുകളുണ്ട്. ജോർദാനിലും അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചു എന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. ജോർദാനിലെ അൽ അസ്രാഖിലെ വ്യോമസേനാ താവളത്തിന് നേരെയും ഇറാന്റെ പുതിയ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു. തങ്ങളുടെ പ്രത്യാക്രമണ പരമ്പരയായ സായക് ഓപ്പറേഷന്റെ 8ാം ഘട്ടമാണ് ഈ ആക്രമണമെന്നാണ് ഇറാൻ സൈന്യം ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ മാധ്യമമായ IRIB പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം US സേനയുടെ F-18 യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗങ്ങളും വലിയ സൈനിക ഉപകരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഹാങ്കറുകളും ലക്ഷ്യമിട്ടാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ അയച്ചത്. 2ാമത്തെ തവണയാണ് അൽ അസ്രാഖ് താവളത്തിന് നേരെ ഇറാൻ ഇത്തരമൊരു വ്യോമാക്രമണം നടത്തുന്നതും. ഇറാൻ ആക്രമിച്ച UAEയുടെ കപ്പൽ മൊബാസയിൽ നിന്ന് 21 പേരെ ഒമാൻ രക്ഷിച്ചു. ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്ററാണ് ഈ വിവരങ്ങൾ നൽകിയത്. മേഖലയിലെ US സൈനിക സാന്നിധ്യത്തിനും താവളങ്ങൾക്കുമെതിരെ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ USഉം ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം ഇതോടെ കൂടുതൽ വഷളാവുകയാണ്. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ US പുറത്തുവിട്ടിട്ടുമില്ല. അതേസമയം ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ മതിയെന്ന് ഞാൻ പറയുന്നതുവരെ തുടരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെയുള്ളവ ആക്രമിക്കപ്പെടുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടെ ഇറാനിലെ തെക്കൻ നഗരങ്ങളിലും ഹോർമുസ് കടലിടുക്കിലെ തീരദേശ ദ്വീപുകളിലും സ്ഫോടനങ്ങൾ തുടരുന്നതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റെന്നും വിവരമുണ്ട്. ഇതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. ഇതിന്റെ ഭാഗമായി കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഒമാൻ ഉൾക്കടലിന് മുകളിലുള്ള വ്യോമപാതയും പൂർണ്ണമായും ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് ഏജൻസി അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മേഖലകളിൽ സർവീസ് നടത്തുന്നത് കടുത്ത സുരക്ഷാ വെല്ലുവിളിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജ്യാന്തര വിമാന സർവീസുകളുടെ റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ വ്യോമയാന മന്ത്രാലയങ്ങൾ ഒരുങ്ങുന്നത്. ഇതിനൊപ്പം തന്നെ എണ്ണവില ഒരു മാസത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്കെത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.